നമസ്കാരം. വിവാദ പരാമർശത്തിലൂടെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന കലാമണ്ഡലം സത്യഭാമ നല്ല ഒന്നാന്തരം BJP-കാരിയാണ് എന്നതിന്റെ തെളിവുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. 2019 ജൂലൈയിൽ നടന്ന BJP മെമ്പർഷിപ്പ് ക്യാമ്പയിനിൽ കലാമണ്ഡലം സത്യഭാമ BJP അംഗത്വമെടുത്തു എന്നതിന്റെ തെളിവുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. തിരുവനന്തപുരത്ത് അഡ്വക്കേറ്റ് PL ശ്രീധരപിള്ള സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച സംസ്ഥാന മെമ്പർഷിപ്പ് ക്യാമ്പയിനിൽ നാട്ടുവൈദ്യത്തിലൂടെ ലോക പ്രശസ്തിയായ തിരുവനന്തപുരം കല്ലാറിലെ ലക്ഷ്മിക്കുട്ടിയമ്മ, AP അബ്ദുള്ളക്കുട്ടി, ചലച്ചിത്ര നടൻ MR ഗോപകുമാർ, ചലച്ചിത്ര സംവിധായകനും നിർമ്മാതാവുമായ തുളസീദാസ്, കലാമണ്ഡലം സത്യഭാമ ടീച്ചർ തുടങ്ങിയവരാണ് BJP അംഗത്വമെടുത്തത്. അന്ന് BJP കേരളം എന്ന പേരിൽ ഈ വിവരങ്ങൾ കാട്ടി പോസ്റ്റ് ചെയ്ത കുറിപ്പാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇതിന്റെ ആധികാരികത വ്യക്തമല്ല. RLV രാമകൃഷ്ണനെ ഉദ്ദേശിച്ച് ഒരു യൂട്യൂബ് ചാനലിൽ കറുത്ത നിറമുള്ളവർ നൃത്തം ചെയ്യരുത് എന്ന് പറഞ്ഞ കലാമണ്ഡലം സത്യഭാമയുടെ വിവാദ പരാമർശത്തിനെതിരെ അതിരൂക്ഷ വിമർശനങ്ങളാണ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുക്കുകയുമുണ്ടായി. തൃശൂർ ജില്ലാ പോലീസ് മേധാവിയും സാംസ്കാരിക വകുപ്പ് ഗവൺമെന്റ് സെക്രട്ടറിയും പരാമർശം പരിശോധിച്ച് 15 ദിവസത്തിനകം തന്നെ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ അംഗം VK ബീനാകുമാരി ആവശ്യപ്പെട്ടു. മാധ്യമ വാർത്തയുടെ അടിസ്ഥാനത്തിൽ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി. മനുഷ്യാവകാശ പ്രവർത്തകനായ ഗിന്നസ് മാടസ്വാമിയും ഇതേ വിഷയത്തിൽ തന്നെ പരാതി നൽകുകയുണ്ടായി. സത്യഭാമയ്ക്കെതിരെ പരാതി കൊടുക്കുമെന്ന് RLV രാമകൃഷ്ണനും വ്യക്തമാക്കിയിട്ടുണ്ട്. വിശദ നിയമോപദേശം തേടിയ ശേഷം പരാതി കൊടുക്കാനാണ് ആലോചന. ഇതിനിടെയാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ. കണ്ടാൽ കാക്കയുടെ നിറം, ഇയാളെ മോഹിനിയാട്ടം കളിക്കാൻ കൊള്ളില്ല, പെറ്റ തള്ള സഹിക്കില്ല എന്നിങ്ങനെ യൂട്യൂബ് ചാനലിലൂടെ ജാത്യാധിക്ഷേപവും വിവരക്കേടും വിളമ്പിയ കലാമണ്ഡലം സത്യഭാമ തന്റെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോഴും. ഇതിനിടെയാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ. അന്തരിച്ച നടൻ കലാഭവൻ മണിയുടെ സഹോദരനാണ് മോഹിനിയാട്ടത്തിൽ ഉന്നത ബിരുദമുള്ള രാമകൃഷ്ണൻ. സമൂഹത്തിന്റെ പിന്തുണയോടെ ഇതിനെ നിയമപരമായി നേരിടുമെന്നും എല്ലാ നിലയിലും അവർ നടത്തിയിരിക്കുന്ന പരാമർശം തന്നെക്കുറിച്ച് തന്നെയാണ് എന്നും രാമകൃഷ്ണൻ പറഞ്ഞു. സംഭവം വിവാദമായതോടെ കലാ സാംസ്കാരിക പ്രവർത്തകരും വിവിധ രാഷ്ട്രീയ പാർട്ടികളും രംഗത്തെത്തി. കലാമണ്ഡലം സത്യഭാമയുടെ പരാമർശം സാംസ്കാരിക കേരളത്തിന് അപമാനമാണ് എന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. വിവിധ TV ചാനലുകൾ പ്രതികരണം തേടിയപ്പോൾ സ്വരം കടുപ്പിച്ച സത്യഭാമ നിയമ നടപടിയെ പേടിക്കുന്നില്ല എന്ന് ആവർത്തിച്ചു. CPM ജില്ലാ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ CPM പ്രവർത്തകർ രാമകൃഷ്ണന് ഐക്യദാർഢ്യവുമായി കലാഗ്രഹത്തിലെത്തി. രാമകൃഷ്ണന് പിന്തുണയുമായി മന്ത്രി ഡോക്ടർ R ബിന്ദു അടക്കമുള്ള പ്രമുഖരും ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടു. എന്നാൽ സത്യഭാമയ്ക്ക് കുലുക്കമൊന്നുമില്ല. ഞാൻ എന്റെ അഭിപ്രായമാണ് പറഞ്ഞത്, ഞാൻ ഒരു ജാതിയോ മതമോ പറഞ്ഞിട്ടില്ല, പൊതുവികാരം ഉയർന്നിട്ടൊന്നും യാതൊരു കാര്യവുമില്ല, ആരുടെയും സർട്ടിഫിക്കറ്റും എനിക്ക് വേണ്ട, ഇങ്ങനെയായിരുന്നു സത്യഭാമ പറഞ്ഞത്. താൻ പറഞ്ഞത് രാമകൃഷ്ണനെ കുറിച്ചാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാമെന്നും മാധ്യമപ്രവർത്തകരോട് ഇവർ കയർത്തു. 1ാം റാങ്കോടെ പാസ്സാവുകയും മോഹിനിയാട്ടത്തിൽ PhD നേടുകയും ചെയ്ത കലാകാരനാണ് രാമകൃഷ്ണൻ. മോഹിനിയായിരിക്കണം എപ്പോഴും മോഹിനിയാട്ടം കളിക്കേണ്ടത്. ഇയാളെ കണ്ടു കഴിഞ്ഞാൽ കാക്കയുടെ നിറമാണ്. എല്ലാം കൊണ്ടും ഇങ്ങനെ കാലകത്തി വെച്ച് കളിക്കുന്ന കലാരൂപമാണ് മോഹിനിയാട്ടം. ഒരു പുരുഷൻ ഇങ്ങനെ കാല് കവച്ചു വെച്ച് മോഹിനിയാട്ടം കളിക്കുക എന്ന് പറഞ്ഞാൽ ഇതുപോലെയൊരു അരോചകത്വം വേറെയില്ല. ആൺപിള്ളേർക്ക് മോഹിനിയാട്ടം ചേരുകയാണ് എങ്കിൽ തന്നെ അവർക്ക് അതുപോലെ സൗന്ദര്യം വേണം. ആൺപിള്ളേരിൽ നല്ല സൗന്ദര്യമുള്ളവരില്ലേ, ഇവനെ കണ്ടാൽ ദൈവം പോലും പെറ്റ തള്ള പോലും സഹിക്കില്ല. ഇതായിരുന്നു സത്യഭാമയുടെ വിവാദ പരാമർശം.